പുതിയൊരു ജീവിതമിനി ഞങ്ങൾ പണിയും ദൈവകൃപയാലെ. കർത്താവെന്നും വാഴുന്ന ഭവനമൊരുക്കിയിടും ഞങ്ങൾ, സ്വർഗമൊരുക്കിയിടും. ഒരുമിച്ചുള്ള ജീവിതം ഒരുമയിൽ തന്നെ ജീവിക്കും, ഒന്നിച്ചുണ്ടുറങ്ങും ഞങ്ങൾ, വേർപിരിയില്ല. പുതിയൊരു ജീവിതമിനി ഞങ്ങൾ പണിയും ദൈവകൃപയാലെ. കർത്താവെന്നും വാഴുന്ന ഭവനമൊരുക്കിയിടും ഞങ്ങൾ, സ്വർഗമൊരുക്കിയിടും. പ്രാർത്ഥന ഇനിമേൽ മുടങ്ങില്ല, വചനധ്യാനം നിലയ്ക്കില്ല, ഒരുമിച്ചെന്നും പ്രാർത്ഥിക്കും, ഇനി മാറ്റമില്ല. പുതിയൊരു ജീവിതമിനി ഞങ്ങൾ പണിയും ദൈവകൃപയാലെ. കർത്താവെന്നും വാഴുന്ന ഭവനമൊരുക്കിയിടും ഞങ്ങൾ, സ്വർഗമൊരുക്കിയിടും. കുറവുകളൊന്നും നോക്കില്ല, അയോഗ്യതയൊന്നും നോക്കില്ല, സഭയേശു സ്നേഹിച്ചതുപോൽ സ്നേഹിക്കും ഞാൻ. പുതിയൊരു ജീവിതമിനി ഞങ്ങൾ പണിയും ദൈവകൃപയാലെ. കർത്താവെന്നും വാഴുന്ന ഭവനമൊരുക്കിയിടും ഞങ്ങൾ, സ്വർഗമൊരുക്കിയിടും. കൊരിന്ത്യർക്ക് എഴുതിയ 1-ാം ലേഖനം 6-ാം അധ്യായം 19-20 വാക്യങ്ങൾ. ദൈവത്തിൻ്റെ ദാനമായി നിങ്ങളിൽ ഇരിക്കുന്ന പരിശുദ്ധാത്മാവിൻ്റെ മന്ദിരമാകുന്നു നിങ്ങളുടെ ശരീരം എന്നും നിങ്ങളെ വിലയ്ക്ക് വാങ്ങിയിരിക്കയാൽ നിങ്ങൾ താന്താങ്ങൾക്കുള്ളവരല്ല എന്നും അറിയുന്നില്ലയോ? ആകയാൽ നിങ്ങളുടെ ശരീരം കൊണ്ട് ദൈവത്തെ മഹത്വപ്പെടുത്തുക. പലപ്പോഴും വിശ്വാസികളുടെ ഇടയിൽ വരുന്നൊരു സംശയകരമായൊരു കാര്യമാണ്, വിശ്വാസിയുടെ ആത്മാവ് രക്ഷിക്കപ്പെട്ട് കഴിഞ്ഞു, പിന്നെ ശരീരം, നമ്മുടെ ഈ പുറമേ ഉള്ള ശരീരം കൊണ്ട് പാപം ചെയ്താൽ വല്ല കുഴപ്പമുണ്ടോ? കാര്യം ഈ ശരീരം മണ്ണിന് ചേരാനുള്ളതല്ലേ. ഇതുവരെ ഇത്തരത്തിലുള്ള നിരവധി ചോദ്യങ്ങൾ അത് സ്വാഭാവികമായി പാപത്തിങ്കിലേക്കും നാശത്തിങ്കിലേക്കും മനുഷ്യനെ കൊണ്ടെത്തിക്കുന്ന തരത്തിലുള്ള ചോദ്യങ്ങളാണ്. ഉദാഹരണം പറഞ്ഞാൽ 1 കൊരിന്ത്യർക്ക് എഴുതിയ ലേഖനം 7-ാം അധ്യായം 1-ാം വാക്യം വായിക്കുമ്പോൾ, നിങ്ങൾ എഴുതി അയച്ച സംഗതികളെക്കുറിച്ച് എൻ്റെ അഭിപ്രായം എന്തെന്നാൽ സ്ത്രീയെ തൊടാതിരിക്കുന്നതാണ് നല്ലത്. ഇതൊക്കെ പറയുമ്പം വളരെ ചോദ്യങ്ങൾ ഇതിൻ്റെ പിന്നിൽ ഉയർന്നു വരാം. നാം പഠിക്കുമ്പോൾ അന്യഭാഷയും പ്രവചനവും തുടങ്ങി സകല കൃപാവരങ്ങളും നിറഞ്ഞ ഒരു സഭയായിരുന്നു കൊരിന്ത് സഭ. അതേ സഭയിൽ തന്നെ ഭിന്നത, ദുർനടപ്പ്, സെക്ഷൽ ഇമോറാലിറ്റി, ഉയർന്നവരും താഴ്ന്നവരും എന്ന വേർതിരിവ് തുടങ്ങി പല പ്രശ്നങ്ങൾ ഈ കൊരിന്ത്യ സഭയിലുണ്ടായി. ഇങ്ങനെ വന്ന പ്രശ്നങ്ങളെ കൈകാര്യം ചെയ്യുന്നതിന് അപ്പോസ്തലൻ എഴുതി അയച്ച ലേഖനങ്ങൾ, അപ്പോസ്തലൻ എഴുതി അയച്ച അല്ലെങ്കിൽ സംശയങ്ങൾക്ക് മറുപടി നൽകുന്നതിനാണ് കൊരിന്ത്യർക്ക് അപ്പോസ്തലനായ പൗലോസ് ലേഖനം എഴുതുന്നത്. ദുർനടപ്പ് എന്ന് പറഞ്ഞാൽ എന്താണ്? സെക്ഷൽ ഇമ്മോറാലിറ്റി. കൊരിന്ത് സഭയിലെ ജനങ്ങൾ ധാർമ്മികമായി വളരെ അധപ്പതിച്ച ഒരു ജീവിതം നയിക്കുന്നവരായിരുന്നു. അവിടെയാണ് ആത്മീയമായ വെളിച്ചം പകരാനാണ് പൗലോസിനെയും കൂട്ടരെയും പരിശുദ്ധാത്മാവ് അവിടെ അയച്ചത്. നമുക്കറിയാം, പാപം പെരുകുന്നത് ദൈവകൃപ വരുന്നു.
അങ്ങനെയുള്ള സ്ഥലങ്ങളിൽ ദൈവം തൻ്റെ പരിശുദ്ധാത്മാവിൽ നിറഞ്ഞ ആളുകളെ അയച്ച് പാപത്തിൽ നിന്ന് മനുഷ്യനെ വിടുവിക്കാനുള്ള പദ്ധതികൾ ചെയ്യുന്നു. അന്നത്തെ കാലത്ത് ദൈവപ്രസാദത്തിനായി വേശ്യാവൃത്തി ചെയ്യുന്ന ആചാരം നിലനിന്നിരുന്ന മതവിശ്വാസമുണ്ടായിരുന്നു. സ്വന്തം ശരീരത്തെ എന്ന് പറഞ്ഞാൽ ലൈംഗിക പാപത്തിനായി ഏൽപ്പിച്ചു കൊടുക്കുന്നത് അവർക്ക് ദൈവം പ്രസാദം നൽകും, ദൈവാനുഗ്രഹം ഉണ്ടാകുമെന്ന് ഒരു പൈശാചികമായ ഒരു സന്ദേശം ഉപദേശം നിലനിന്നിരുന്ന കാലഘട്ടത്ത് അങ്ങനെ ക്ഷേത്രങ്ങളിലും മറ്റും വസിച്ച് ദേവദാസികൾ എന്ന സ്ത്രീകൾ വിഭാഗം ഉണ്ടായിരുന്നു. ഭാരതത്തിലും ഇതിന് സമാനമായ ദുരാചാരങ്ങൾ നിലവിലിരുന്നു. എന്നാൽ കർത്താവായ യേശു ക്രിസ്തു വിശ്വസിച്ച് പാപമോചനം പ്രാപിച്ച് വിശുദ്ധ ജീവിതത്തിലേക്ക് വന്ന വ്യക്തികളെ സംബന്ധിച്ചോളം കൊരിന്തിലേക്ക് വന്നവർ, വിശ്വാസത്തിലേക്ക് വന്നവർ വഴിതെറ്റി പോകുവാൻ പലവിധ ആശയങ്ങളും ഉപദേശങ്ങളുമായി സാത്താൻ്റെ ആളുകളും സാത്താൻ പ്രേരിതരായി വന്നപ്പോൾ പരിശുദ്ധാത്മാവ് ശക്തമായി പ്രബോധിപ്പിക്കുന്ന ഒരു ഭാഗമാണ് കൊരിന്ത്യർക്ക് എഴുതിയ ലേഖനം 6-ാം അധ്യായം 13 മുതൽ 20 വരെയുള്ള വാക്യങ്ങൾ. അത് വായിക്കാം. ഇവിടെ പറയാണ്, സകലത്തിലും എനിക്ക് കർത്തവ്യമുണ്ടെങ്കിലും സകലവും എനിക്ക് പ്രയോജനമുള്ളതല്ല. സകലത്തിലും എനിക്ക് കർത്തവ്യമുണ്ടെങ്കിലും ഞാൻ യാതൊന്നിനും അധീനനാകുകയില്ല. ഭോജ്യങ്ങൾ വയറിനും വയറ് ഭോജ്യങ്ങൾക്കുമുള്ളത്. എന്നാൽ ദൈവം ഇതിനെയും അതിനെയും ഇല്ലാതാക്കും. ശരീരമോ ദുർനടപ്പിനല്ല, കർത്താവിനത്രേ, കർത്താവ് ശരീരത്തിനും. എന്നാൽ ദൈവം കർത്താവിനെ ഉയർപ്പിച്ചതുപോലെ നമ്മയും തൻ്റെ ശക്തിയാൽ ഉയർത്തെഴുന്നേൽപ്പിക്കും. നിങ്ങളുടെ ശരീരങ്ങൾ ക്രിസ്തുവിൻ്റെ അവയവങ്ങളാകുന്നു എന്നറിയുന്നില്ലയോ? ക്രിസ്തുവിൻ്റെ അവയവങ്ങളെ ഞാൻ എടുത്ത് വേശ്യയുടെ അവയവങ്ങളാക്കാമോ? ഒരു നാളും അരുത്. വേശ്യയോട് പറ്റിച്ചേരുന്നവൻ അവളുമായി ഏക ശരീരമാകുന്നു എന്ന് നിങ്ങൾ അറിയുന്നില്ലയോ? ഇരുവരും ഒരു ദേഹമായി തീരും എന്നുണ്ടല്ലോ. കർത്താവിനോട് പറ്റിച്ചേരുന്നവനോ അവനോട് ഏക ആത്മാവാകുന്നു. എന്നിട്ട് പറയാം, ദുർനടപ്പ് വിട്ടോടുവിൻ. മനുഷ്യൻ ചെയ്യുന്ന ഏതു പാപവും ശരീരത്തിന് പുറത്താകും. ദുർനടപ്പുകാരനോ സ്വന്തം ശരീരത്തിന് വിരോധമായി പാപം ചെയ്യുന്നു. എന്നിട്ടാണ് പറയുന്നത്, ദൈവത്തിൻ്റെ ദാനമായി നിങ്ങളിരിക്കുന്ന പരിശുദ്ധാത്മാവിൻ്റെ മന്ദിരമാകുന്നു നിങ്ങളുടെ ശരീരമെന്നും നിങ്ങളെ വിലയ്ക്ക് വാങ്ങിയിരിക്കിയാൽ നിങ്ങൾ താന്താങ്ങൾക്കുള്ളവരല്ല എന്നും അറിയുന്നില്ലയോ? ആകയാൽ നിങ്ങളുടെ ശരീരം കൊണ്ട് ദൈവത്തെ മഹത്വപ്പെടുത്തണം. കൊരിന്ത്യർക്ക് എഴുതിയ ലേഖനം 7-ാം അധ്യായം 1 മുതലുള്ള വാക്യങ്ങൾ തുടർന്ന് വായിക്കുമ്പോൾ അവിടെ പറയാണ്, നിങ്ങൾ എഴുതി അയച്ച സംഗതികളെക്കുറിച്ച് എൻ്റെ അഭിപ്രായം എന്തെന്നാൽ സ്ത്രീയെ തൊടാതിരിക്കുന്നത് എങ്കിലും ദുർനടപ്പ് നിമിത്തം ഓരോരുത്തരും സ്വന്തം ഭാര്യയും ഓരോരുത്തരും സ്വന്തം ഭർത്താവും ഉണ്ടായിരിക്കട്ടെ. ഭർത്താവിനോട് ഭാര്യയ്ക്കും ഭാര്യ ഭർത്താവിനും കടംപെട്ടിരിക്കുന്നത് ചെയ്യട്ടെ. ഭാര്യയുടെ ശരീരത്തിന്മേൽ അവൾക്കല്ല, ഭർത്താവിനത്രയും അധികാരമുള്ളത്. അങ്ങനെ ഭർത്താവിൻ്റെ ശരീരത്തിന്മേൽ അവനല്ല, ഭാര്യയ്ക്കത്രയും അധികാരം. പ്രാർത്ഥനയ്ക്ക് അവസരമുണ്ടാകുവാൻ ഒരു സമയത്തേക്ക് പരസ്പര സമ്മതത്തോടെ അല്ലാതെ തമ്മിൽ വേർവിട്ടിരിക്കരുത്. അപ്പം ദൈവം നമ്മളെക്കുറിച്ച് ആഗ്രഹിക്കുന്നത് എന്താണ്? നമ്മുടെ ശരീരം രക്ഷിക്കപ്പെട്ടു, നമ്മൾ ആത്മാവിനാൽ നിറഞ്ഞ് ജീവിക്കുമ്പോൾ നമ്മുടെ ശരീരങ്ങളെയും സൂക്ഷിക്കാനാണ് പരിശുദ്ധാത്മാവ് നമ്മളെ സഹായിക്കുന്നത്. ഒന്ന്, ദുർനടപ്പ് മറ്റെല്ലാ പാപത്തെക്കാളും വിനാശകരമാകുന്നു എന്നാണ് നമ്മൾ 6:18 വായിച്ച്. ഇവിടെ പറയുകയാണ്, ദുർനടപ്പ് വിട്ടോടുവിൻ. മനുഷ്യൻ ചെയ്യുന്ന ഏത് പാപവും ശരീരത്തിന് പുറത്താകുന്നു. ദുർനടപ്പുകാരന് സ്വന്തം ശരീരത്തിന് വിരോധമായി പാപം ചെയ്യുന്നു. ശാരീരികമായ വികാരങ്ങൾ ദൈവം നമുക്ക് തന്നിട്ടുള്ളതാണ്. അത് വിശുദ്ധവുമായി വിവാഹബന്ധത്തിൽ മാത്രം ഉപയോഗിക്കാൻ ദൈവം ആഗ്രഹിക്കുന്നു. വിവാഹത്തിന് മുമ്പുള്ള ലൈംഗിക ബന്ധവും വിവാഹത്തിന് ശേഷമുള്ള ജീവിത പങ്കാളി അല്ലാത്തവരുമായ ബന്ധവും വിനാശകരമായ പാപമെന്ന് ഈ ചിന്തയിലൂടെ ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് നമ്മളെ ഓർപ്പിക്കുന്നു. ദുർചിന്തയോടെ ഒരു സ്ത്രീയോ പുരുഷനെയോ തമ്മിലുള്ള സ്പർശനം തന്നെ
പാപമാണെന്ന് നമ്മെ വചനം പഠിപ്പിക്കുന്നു. ആകയാൽ സ്വന്തം ശരീരത്തെ എല്ലാവരും പവിത്രമായി സൂക്ഷിക്കണം. നല്ല ഒരു വിവാഹം തക്ക സമയത്ത് കർത്താവ് ഒരുക്കാൻ വേണ്ടി പ്രാർത്ഥിക്കണം. വിശ്വാസിയുമായ വിവാഹമാണ് ബൈബിളിൽ ആഗ്രഹിക്കുന്നത്. അപ്പോൾ അത് ചെയ്യാനായിട്ട് നമ്മൾ ശ്രമിക്കണം. മാത്രമല്ല, വളർത്തി നമ്മെ വലുതാക്കുന്ന മാതാപിതാക്കളുടെ അനുഗ്രഹത്തോടും ആശീർവാദത്തോടും ദൈവഹിതമാവും വണ്ണം ജീവിതം നിറവേറ്റാനായിട്ടുള്ള തീരുമാനങ്ങൾ യുവതി-യുവാക്കൾ എടുക്കണം. ശാരീരിക അഭിലാഷങ്ങളെ അടക്കുവാൻ ദൈവവചനവും പ്രാർത്ഥനയും പരിശുദ്ധാത്മാവും നമ്മെ സഹായിക്കും. ആത്മാവിൻ്റെ ഫലങ്ങളിലൊന്നാണ് ഗലാത്യർ 5:5 നമ്മൾ വായിക്കുമ്പോൾ പറയാം, ഇന്ദ്രിയ ജയം. അതുകൊണ്ട് പാപത്തെയും പിശാചിനെയും ജയിച്ച് ക്രിസ്തുവിൻ്റെ ധീരപടയാളികളായി നമുക്ക് ജീവിക്കാം. അനേകം ആൾക്കാരെ സാത്താൻ്റെ കയ്യിൽ നിന്നും വലിച്ചെടുക്കുന്ന ഇത് രക്ഷക പ്രവർത്തകരായി മാറാം. അതിന് ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് ഈ വചനം കേൾക്കുന്ന ഓരോരുത്തരെയും സഹായിക്കുമാറാകട്ടെ. പിതാവെ, പ്രാർത്ഥിക്കുന്നു യേശു ക്രിസ്തുവിൻ്റെ നാമത്തിൽ. ഇന്ന് വചനം കേൾക്കുന്ന ഓരോ പ്രിയപ്പെട്ടവർക്ക് വേണ്ടിയും പ്രാർത്ഥിക്കുമ്പോൾ കർത്താവെ, കുടുംബജീവിതത്തിലായിരിക്കുന്ന ഓരോരുത്തരെയും അനുഗ്രഹിക്കുന്നു. കർത്താവെ, ദൈവഹിതപ്രകാരം കുടുംബജീവിതം നയിക്കാൻ പ്രാർത്ഥനയുടെ സമയത്ത് ദൈവവുമായിട്ടുള്ള ബന്ധത്തിൽ ചേർന്നിരിക്കുമ്പോൾ അല്ലാതെ കുടുംബമായി ഒന്നിച്ചിരിക്കാൻ വചനം കേൾക്കുന്നവരെ ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് സഹായിക്കണമേ. ദുർനടപ്പ് വിട്ട് ഓടുവാൻ ഈ വചനം കേൾക്കുന്ന ഓരോരുത്തർക്കും ഇടയാകട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. പരിശുദ്ധാത്മാവ് സഹായിക്കുന്നതിനായി സ്തോത്രം. പ്രാർത്ഥന കേട്ടതിനായി നന്ദി. സകല മഹത്വം അർക്കപ്പെട്ട കുഞ്ഞാട് യേശു ക്രിസ്തുവിൻ പുണ്യനാമത്തിൽ പിതാവേ, ആമേൻ. പുതിയൊരു ജീവിതമിനി ഞങ്ങൾ പണിയും ദൈവകൃപയാലെ, കർത്താവെന്നും വാഴുന്ന ഭവനമൊരുക്കിയിടും ഞങ്ങൾ സ്വർഗമൊരുക്കിയിടും.